ലോകമെമ്പാടുമുള്ള ആർമീസിന്റെ കാത്തിരിപ്പിന് ഒടുവിൽ വിരാമം. കെ-പോപ്പ് ഇതിഹാസങ്ങളായ BTS പൂർണ്ണരൂപത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. സൈനിക സേവനം പൂർത്തിയാക്കിയ ശേഷം ഗ്രൂപ്പിലെ 7 അംഗങ്ങളും വീണ്ടും ഒന്നിക്കുന്ന അരിരംഗ് എന്ന പുതിയ ആൽബത്തിന്റെ ട്രെയിലർ നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടിരിക്കുകയാണ്. മാർച്ച് 20-നാണ് അരിരംഗ് റിലീസ്. BTS Army will have to wait a while to see their favorite band again. Tough day, a heartbreaking day. Part of my soul just died. 아 슬퍼. 와 진짜 보고 싶다. 복귀하자. We promised our fans that we'd be back. ആരാധകരുടെ പ്രിയപ്പെട്ട ഗാനമായ മൈക്രോകോസ്മോസ് പശ്ചാത്തല സംഗീതമായി ഉപയോഗിച്ചിരിക്കുന്ന ഈ ട്രെയിലർ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ്. ആരാധകർക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചിരിക്കുകയാണെന്നും എല്ലാവരെയും വളരെയധികം മിസ് ചെയ്തിരിക്കുന്നുവെന്നും RM ജംഗുക്കും ട്രെയിലറിൽ വികാരാധിതരായി പറയുന്നുണ്ട്. കൂടാതെ ലൈവ് കൺസേർട്ടും ആരാധകർക്കായി ഒരുക്കിയിട്ടുണ്ട്. BTS ദി കംബാക്ക് ലൈവ് അരിരംഗ് എന്ന കോൺസേർട്ടിലൂടെ തങ്ങളുടെ പ്രിയ താരങ്ങളെ ഒന്നിച്ച് ഒരേ വേദിയിൽ വീണ്ടും കാണാനുള്ള ആവേശത്തിലാണ് ആരാധകർ. മാർച്ച് 21-ന് ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സിയോളിലെ ചരിത്രപ്രസിദ്ധമായ ഗ്വാങ്വാവോൻ വേദിയിൽ നിന്ന് ലോകമെമ്പാടുമുള്ള ആരാധകർക്കായി ലൈവ് കോൺസേർട്ട് സംപ്രേഷണം ചെയ്യാനാണ് തീരുമാനം. മാർച്ച് 21-ന് ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ലൈവ് കോൺസേർട്ട് ആരാധകർക്ക് ആസ്വദിക്കാൻ കഴിയും. ആവേശം ഇവിടെ അവസാനിക്കുന്നില്ല. മാർച്ച് 27-ന് BTS ദി റിട്ടേൺ എന്ന ഡോക്യുമെന്ററിയും പുറത്തിറങ്ങും. പുതിയ ആൽബ നിർമ്മാണത്തിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ ഇതിൽ ഉൾപ്പെടും. അതോടൊപ്പം 2026-27 കാലയളവിൽ ഒരു വമ്പൻ വേൾഡ് ടൂറും BTS പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏഷ്യയും യൂറോപ്പും ഉൾപ്പെടെ വിവിധ ഭൂഖണ്ഡങ്ങളിലായി 79 നഗരങ്ങളിലാണ് ഷോകൾ നടക്കുക. സെപ്റ്റംബറിൽ അമേരിക്കയിലെ സോഫിയ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഷോ ആരാധകർക്ക് പ്രത്യേകം അനുഭവമാകാൻ 360° സ്റ്റേജ് സംവിധാനത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. ആദ്യഘട്ട പട്ടികയിൽ നിലവിൽ ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ല. എങ്കിലും ഇന്ത്യൻ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പര്യടനത്തിന്റെ 2027-ലെ 2ാം ഘട്ടത്തിൽ കൂടുതൽ നഗരം ഉൾപ്പെടുത്തുമെന്ന് ഹൈബ് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഇന്ത്യ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2020-ൽ BTS മുംബൈയിൽ വരാൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും കോവിഡ് കാരണം അത് റദ്ദാക്കുകയായിരുന്നു. ലോകമെമ്പാടുമുള്ള ആർമി ആരാധകർക്ക് ഇത് മറക്കാനാവാത്ത ഒരു നിമിഷമായിരിക്കുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.